ഹലോ, ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ നമ്മൾ കറണ്ട് പോയി സമുദ്രം എഴുന്നേറ്റു, അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സമുദ്രനെ ഫീഡ് ചെയ്ത് ഉറക്കാൻ നോക്കും. അവിടെ കൂടെ കിടക്കാതെ വീണ്ടും എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവളെൻ്റെ കൂടെ എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോയിട്ട് വന്ന് എഴുതാമെന്ന് കരുതി അവളോട് കുറച്ച് നേരം ഞാൻ കിടന്നു. അവൾ ഡീപ്പ് സ്ലീപ്പിൽ പോകുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ പോയി. അങ്ങനെ ഇന്നലത്തെ എഴുത്ത് അവിടെ കൊണ്ട് തീർന്നു. ഞാനൊരു 4 പേപ്പർ സൈഡ് വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൾ എഴുന്നേറ്റത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്നിനി സ്റ്റാർട്ട് ചെയ്യണം. ഇന്നലത്തെ കാര്യം അതാണ്. ഇപ്പം ഞാൻ അതേ ഉപ്മാവ് കഴിക്കാൻ പോവാം. ഇവിടെ നല്ല മഴയാണ്, സമുദ്രം ഉറക്കമാണ്. രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക. എനിക്കിനി ഞാൻ കുളിച്ചിട്ട് എഴുതാനിരിക്കണോ അതോ എഴുതിയിട്ട് കുറച്ച് കഴിയുമ്പോൾ കുളിക്കണോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനില്ല. അവൾ എപ്പോൾ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ കഴിക്കാം. ൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി. ഈ ട്രൈപോഡിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്, ഒരാളും കൂടി ഇല്ലാതെ. ബിക്കോസ് ഞാൻ ഇരിക്കുന്നത് കറക്റ്റാണോ, എൻ്റെ പൊസിഷൻ കറക്റ്റായിട്ടാണ്, ക്യാമറയ്ക്ക് ഇത് ഫേസ് ചെയ്താണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് 2-3 വട്ടമൊക്കെ. അപ്പോൾ കുറേ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഫ്രണ്ട് ക്യാമിൽ അങ്ങത് പറഞ്ഞിട്ട് പോവാം എന്നാണ്. അതായത് മുമ്പേ ഞാൻ കാണിച്ചില്ലേ, സമുദ്രം ഉണർന്നതിന് ശേഷം പിന്നെ സമുദ്രം ഉറങ്ങിയിട്ടേ ഇല്ല. ഇടയ്ക്ക് ഞാൻ ഫീഡ് ചെയ്ത് ഉറക്കും, പക്ഷേ അതൊരു കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ഉണർന്നു. പിന്നെ ഞാൻ വീണ്ടും അവളെ ഫീഡ് ചെയ്ത് ഉറക്കിയേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന്. കാരണം ഇന്നലെ ഉറങ്ങാത്തതിൻ്റെതായ എല്ലാം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. ഈ ഒരു സീരീസിനൊരു ഇൻട്രോ എടുക്കണം എന്ന് എനിക്കുണ്ട്, ഇൻസ്റ്റയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പോർട്രേറ്റായിട്ട് എടുക്കാനാണ്. അപ്പോൾ അതൊന്ന് ഫ്രഷായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എഴുതാനിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് സമുദ്രം ഉണരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. പിന്നെ ഇന്ന് എനിക്കൊരു 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ സെയിം എനിക്ക് കിട്ടിയ എമൗണ്ട് കൊണ്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി എനിക്കറിയത്തില്ല. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പെൺകുട്ടികളുണ്ടാകുന്ന അമ്മമാർക്ക് 700 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ഡെലിവറി ആവുന്ന പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണോ അതോ രണ്ടും സി സെക്ഷനും നോർമലാണെങ്കിലും പെൺകുട്ടി ജനിക്കുന്ന അമ്മമാർക്കാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് 700 രൂപ കിട്ടി. ആ 700 രൂപയ്ക്ക് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചു. ഞാൻ കുറേ ദിവസമായിട്ട് 100ൻ്റെ വെളിച്ചം, പിന്നെ ഞാൻ സമുദ്രയ്ക്ക് ഒരു 3 ഡ്രസ്സ് വാങ്ങിച്ചു, നമുക്ക് നൈറ്റിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് കയ്യിൽ കിട്ടിയ പൈസ വളരെ യൂസ്ഫുള്ളായി യൂട്ടിലൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതിതായിരുന്നു കാര്യം. എനിവേ നമുക്കതൊക്കെ പിന്നെ ഞാനിപ്പോൾ ഫ്രഷായിട്ട് ആ ഇൻട്രോ വീഡിയോ എടുത്തിട്ട് ഞാൻ എഴുതാനിരിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇൻട്രോ വീഡിയോ കഴിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ ഓൾറെഡി സമുദ്രം ഉണർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ. ഇപ്പം ഞങ്ങൾ അമ്മയുടെ കയ്യിലാണ് അവൾ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ തോന്നുന്നു. ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി അവളുടെ അടുക്കലോട്ട് പോകണം. അവളുടെ അടുത്തോളം വന്നു. അവിടെ കുറച്ച് വൈകുന്നേരത്തെ കുളിപ്പിച്ച കഴിയുമ്പോഴുള്ള കുറച്ച് മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാനിരുന്ന് നോക്കട്ടെ, ശരിയാവുമായിരിക്കും. സമുദ്ര മേമ്മയുടെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊന്ന് വായിച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും ഇല്ല നിൽക്കുന്ന സമുദ്രം.